പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. 2 മാസം കഴിഞ്ഞു ഞാൻ റീഡേഴ്സ് വോയിസിൽ ഒരു ലക്കം വായിച്ചിട്ടിട്ട്. എൻ്റെതായ ചില സാഹചര്യങ്ങൾ കൊണ്ട്, എൻ്റെ പരിമിതികൾ കൊണ്ട് എനിക്കൊരു ഭാഗം റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സമയം കിട്ടിയില്ല. എൻ്റെ കേൾവിക്കാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അപേക്ഷിക്കുന്നു. കാണാത്തതിൽ പരിഭവം അറിയിച്ച രാജശ്രീയെ പോലെയുള്ള സുഹൃത്തുക്കളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. സ്വത്ത് വിഭജനത്തിൻ്റെ കാര്യം സംസാരിക്കാനായി കൃഷ്ണനുണ്ണിയെ ഡോക്ടർ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് കരുണൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ വായിച്ചത്. അവിടെ എത്തുമ്പോൾ സരസ്വതിയമ്മ രാജിയുടെ കല്യാണക്കാര്യം എടുത്തിട്ടത് ഒരു ബോംബായി ശങ്കുണ്ണി നായരുടെ ഉള്ളിലേക്ക് വീഴുകയാണ്. വായിക്കാം. അവകാശികൾ 3-ാം ഖണ്ഡത്തിൻ്റെ 3-ാം അധ്യായം 3-ാം ഭാഗം. മൗനം അസുഖകരമായിരുന്നു. സരസ്വതിയമ്മ ഉത്കണ്ഠ മറച്ചു പിടിച്ച് കൃഷ്ണനുണ്ണിയെ മവട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മറുപടി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ചിന്തിക്കുകയാണ്. കുട്ടൻ പറഞ്ഞതിന്റെ പൊരുൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാവും. പഞ്ഞി ഗ്ലിസറിൻ വലിച്ചെടുക്കുന്നത് പോലെ സാവധാനത്തിൽ. പറയാനുള്ളതെല്ലാം ഒരുവിധം ഭംഗിയായി തന്നെ പറഞ്ഞു കുട്ടൻ, കാര്യകാരണ സഹിതം. ഉണ്ണി എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. എല്ലാവരും ആലോചനയിലാണ്. കുട്ടന്റെ മുഖത്ത് കൃതകൃത്യതയുണ്ട്. മിസ്റ്റർ ഉണ്ണിക്ക് എളുപ്പം തള്ളിക്കളയാൻ കഴിയാത്ത ന്യായങ്ങളാണ് അവൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തല ഒരു വശത്തേക്ക് ചെരിച്ചാണിരിക്കുന്നതെങ്കിലും നോട്ടം ഉണ്ണിയുടെ മുഖത്ത് തന്നെയാണ്. എതിരാളിയുടെ അടുത്ത നീക്കം മുൻകൂട്ടി കാണാൻ ശ്രമിക്കുന്ന ചതുരംഗ കളിക്കാരനെ പോലെ. കരുണൻ അസ്വസ്ഥനായിട്ടാണ് ഇരിപ്പ്. അവനാണല്ലോ ഉണ്ണിയെ ഇടയ്ക്ക് പിടിച്ചിട്ടത്. ആർക്കും അതത്ര തൃപ്തിയല്ലെന്ന് അവനറിയാം. അവന് വേണ്ടിയാണ് മൂളിയതെന്നും ഉണ്ണി വേണ്ടത് ചെയ്തില്ലെങ്കിൽ അവനാണ് മാനക്കേട്. ഭാസി തുറന്നു തന്നെ പറഞ്ഞു. ഭാസിയെയാണ് സൂക്ഷിക്കേണ്ടത്. വിഡ്ഢിയാൻ. ക്ഷമ ഒട്ടുമില്ല. എണീറ്റ് പോവാൻ തിടുക്കപ്പെട്ടാണ് ഇരിപ്പ്. കിണത്തിന്റെ പാലത്തിന്മേൽ കുട്ടിയെ കിടത്തി പോന്നത് പോലെ. ഭാനുവിന്റെ ഭയം ശരിയായിരിക്കുമോ? വിശ്വാസം വരുന്നില്ല. മറ്റെന്തായാലും അവന് അങ്ങനെയുള്ള ദൂഷ്യമൊന്നുമില്ല. മിസ്റ്റർ ഹോക്കിനോടും ഭാര്യയോടും കുറച്ച് അടുത്ത് പെരുമാറുന്നുണ്ടായിരിക്കാം. അത് കണ്ട് ഭാനു വെറുതെ ശങ്കിക്കുകയായി കൂടുന്നില്ല. എല്ലാ പെണ്ണുങ്ങളെയും പോലെ. കുട്ടനോട് ചോദിച്ചപ്പോൾ അങ്ങും ഇങ്ങും തൊടാതെയാണ് പറഞ്ഞത്. താനൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, ചെക്കൻ എല്ലാം കിളി പറയും പോലെ പറയും. ഇത്ര പ്രായമായിട്ടും അമ്മയോട് നുണ പറയാനുള്ള ധൈര്യം വെച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം എങ്ങനെയാണ് ചോദിക്കുക? കുട്ടിയൊന്നുമല്ലല്ലോ. ചോദിച്ചാൽ ഒരു പക്ഷേ അതെ നുണ തന്നെ പറഞ്ഞെന്ന് വരും. സംഗതി അങ്ങനത്തെ ആണല്ലോ. എന്തായാലും താന്തോന്നിത്തത്തിന് പോയാൽ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം. അച്ഛനെ ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് താൻ തന്നെ വേണം. അദ്ദേഹത്തിന് ഇത്തിരി പിടിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രയാസമൊന്നും ഇല്ലല്ലോ. ആണുങ്ങളാവുമ്പോൾ അന്യോന്യം ചോദിക്കുകയും പറയുകയും ചെയ്യാം. അതിനെങ്ങനെയാ? പിടിപ്പില്ലെന്ന് മാത്രമല്ല താല്പര്യവുമില്ല. ഇപ്പം ആളിവിടെ വേണ്ടതാണ്. ഇങ്ങോട്ടൊന്നും പറഞ്ഞ് ശ്രീധരന്റെ കൂടെ കാറിൽ പോന്നതാണത്രേ. അവന്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഏട്ടന്റെ അടുത്തേക്ക്. അവൻ പറയണത് അത്രയും മൂളി കേൾക്കുകയും ചെയ്യും. പണ്ടേ അങ്ങനെയാണ്. അവനും ഭദ്രയും ഒക്കെ പറയണതാണ് കാര്യം. ശ്രീധരനാണെങ്കിൽ തൗവിന് നിൽക്കാനും അറിയാം. വിനയവും സ്നേഹവും എല്ലാം നാട്യമാണ്. ഇപ്പൊ പിന്നെ കുഞ്ഞച്ചനെ പോക്കറ്റിലിടേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞച്ചനാണെങ്കിൽ പോക്കറ്റിൽ കയറിയിരിക്കാൻ റെഡിയും. സല്ലാപം കഴിഞ്ഞിങ്ങോട്ട് വരട്ടെ, ഒരലക് കൊടുക്കാം. സരസ്വതിയമ്മ കടപ്പല്ലി ഞെരിച്ചു. എന്താ, ആരും മിണ്ടണ കാണാനില്ലല്ലോ? ആരുമില്ലെങ്കിൽ താൻ തന്നെ തുടങ്ങി വെക്കാം. അല്ലെങ്കിൽ കുട്ടൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി താനാണ് പറയേണ്ടത്. സരസ്വതിയമ്മ മുരടനക്കി തൊണ്ട ശുദ്ധീകരിച്ച് അല്പം കുഴച്ചിലോടെ പറഞ്ഞു. മിസ്റ്റർ ഉണ്ണി ആലോചിക്കണ കാണുമ്പോൾ എന്റെ മനസ്സിന് ഇത്തിരി സമാധാനമാണ് തോന്നണത്. ഞങ്ങള് പറഞ്ഞതിൽ സ്വല്പം കാര്യമുണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മിസ്റ്റർ ഉണ്ണി ഉടനെ തന്നെ നോ എന്ന് പറഞ്ഞേനെ അല്ലേ? ഉണ്ണി പുഞ്ചിരി തൂകി. സരസ്വതി അമ്മയ്ക്ക് അതത്ര പിടിച്ചില്ല. താൻ കാണിച്ച കള്ളക്കോല് കണ്ടു എന്ന് മാത്രമായിരുന്നു അതിന്റെ അർത്ഥമെന്ന് തോന്നി. ജാള്യത മറയ്ക്കാൻ ബദ്ധപ്പാടോട് തുടർന്നു. പറയാനുള്ളത് കുട്ടൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്നാലും എനിക്ക് സ്വല്പം കൂടി പറയാനുണ്ട്. അവർ ചിരിച്ചു. പെണ്ണല്ലേ, അതിന്റെ സ്വാർത്ഥം കാണും. ഒരു വിശേഷപ്പെട്ട ഫലിതം പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്ന് നോക്കി. പക്ഷെ ആരും ചിരിച്ചില്ല. കൃഷ്ണനുണ്ണി മാത്രം നേരിയ പുഞ്ചിരി തൂങ്ങി. അർത്ഥം ഗ്രഹിക്കാൻ അസാധ്യമായ കള്ളച്ചിരി.
അമ്മായിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. കരുണൻ പ്രോത്സാഹിപ്പിച്ചു. കുട്ടമാമൻ എല്ലാവർക്കും വേണ്ടി ചുരുക്കി പറഞ്ഞു. ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അവനോന് പറയാം. അതിനാണല്ലോ മിസ്റ്റർ ഉണ്ണിയെ വിളിച്ചുകൊണ്ട് വന്നത് തന്നെ. അതെ അതെ, കുട്ടൻ തലകുലുക്കി. എല്ലാം തുറന്ന് സംസാരിക്കാനല്ലേ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. കുട്ടൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയാൻ പോണത് വേറൊരു കാര്യമാണ്. ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെ, എന്നാലും വേറെയാണ്. ഓപ്പോൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പറയാൻ തന്നെയാണ് പോണത്. വിരലുകൾ കോർത്തു പൊട്ടിച്ച് ഒന്ന് നിവർന്നിരുന്നു. അതിനു മുൻപൊരു കാര്യം പരമരഹസ്യമായിട്ടാണ് ഞാൻ പറയണത്. പറയേണ്ടെന്നാണ് ഈ നിമിഷം വരെ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ശരിയല്ല. ഇവിടെ കൂടിയിട്ടുള്ളവരൊക്കെ അറിയേണ്ട സംഗതിയാണ്. എന്താച്ചാൽ അങ്ങോട്ട് പറയൂ അമ്മേ. ഭാസി അക്ഷമ പ്രദർശിപ്പിച്ചു. മുഖവുര മതി. നിനക്ക് ധൃതിയുണ്ടെങ്കിൽ നീ പൊയ്ക്കോ. ചുട്ടു ചാമ്പലാക്കുന്ന ഒരു നോട്ടം അവന്റെ നേരെ ചാട്ടി. എന്താ, ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവനെ കണക്കാക്കണ്ട അമ്മായി, പറയൂ. ഭാസിയുടെ പടം ഒന്ന് താണിരിക്കുന്നു. സംഗതികൾ താൻ അറിയുന്നുണ്ട് എന്ന സൂചന അവന് മനസ്സിലായിരിക്കും. തൽക്കാലം ഇത്രയും മതി. ഇതിന്റെ ഇടയിൽ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. സന്ദർഭവും സൗകര്യവും കിട്ടാത്തത് കൊണ്ട് കരുണനോടും കുട്ടനോടും കൂടി പറയാൻ പറ്റിയില്ല. പറയണോന്ന് ശങ്കയുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. അതുകൊണ്ടാ ഇപ്പൊ തന്നെ പറയണോന്ന് ശങ്കിച്ചത്. മിസ്സിസ് കുറുപ്പ് പറഞ്ഞോളൂ, ശങ്കിക്കൊന്നും വേണ്ട. ഉണ്ണിയുടെ മുഖത്ത് നിർവികാരതയായിരുന്നു. സംഗതി വേറൊന്നുമില്ല, ഒരു പ്രപ്പോസലുണ്ട്. മാരേജ് പ്രപ്പോസല്. അശോകനും രാജിയും. മൗനമായിരുന്നു പ്രതികരണം. കുട്ട സ്തംഭിച്ചിരുന്നു. തുറച്ചു നോക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കില്ല. കരുണനും അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഭാസി ഇതെന്ത് ബോറ് എന്ന മട്ടാണ്. ഉണ്ണിയുടെ മുഖത്തു മാത്രം യാതൊരു ഭാവഭേദവുമില്ല. അറിഞ്ഞിരിക്കുമോ? ഭദ്രശ്രീധരനോട്, ശ്രീധരൻ ഉണ്ണിയോട്. അതൊരു ശുഭകാര്യാണല്ലോ. അപ്പൊ അതിന് കോട്ടം തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ബാക്കിയുള്ള സംഗതികൾ കൈകാര്യം ചെയ്യാൻ. ഈ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എപ്പോഴാ ഈ പ്രപ്പോസൽ വന്നതോ? അപ്പോളെ കുട്ടന്റെ സ്വരത്തില് അരിശവും വൈരാഗ്യവും സ്ഫുരിച്ചിരുന്നു. നേരത്തെ പറയാത്തതിന്റെ ഈറയാണ്. പ്രപ്പോസൽ എന്നൊന്നും പറയാറായിട്ടില്ല. ഇന്നാള് ഞാനും ഭദ്രയും കൂടി ഓരോന്നും സംസാരിച്ചിരിക്കുമ്പോ പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ ഫോർമലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഐ സി. എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് കുട്ടൻ വിഷമിക്കുകയാണ്. അല്പം രസം തോന്നി. 4 പങ്ക് എന്നൊക്കെ പ്ലാനിട്ടിരിക്കുകയല്ലേ. മറ്റുള്ളവരുടെ കയ്യിലും കാണും ചിലതെല്ലാം എന്ന് മനസ്സിലാക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ താല്പര്യമുള്ള കാര്യമാണ് കേട്ടോ മിസ്റ്റർ ഉണ്ണി. ബാക്കിയൊക്കെ പോട്ടെ. എനിക്ക് മിസ്റ്റർ ഉണ്ണിയോട് ചെയ്യാനുള്ളത് ഒരു പ്രത്യേക റിക്വസ്റ്റാണ്. അപേക്ഷാഭാവത്തിൽ കൃഷ്ണനുണ്ണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഉള്ളിൽ തട്ടിയത് പറയുമ്പോഴെന്ന പോലെ തലകുനിച്ചു. സ്വത്തും വസ്തുക്കളും പ്രധാനം തന്നെയാണ്, അല്ലായല്ല. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം എനിക്കെന്ന് വെച്ചോളൂ അശോകന്റെയും രാജിയുടെയും ഭാവിയാണ്. സുഭദ്രയ്ക്കും അത് നോക്കണമല്ലോ. ഈ കാര്യത്തിലും കൂടി മിസ്റ്റർ ഉണ്ണി ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മുൻകൈ എടുക്കണം. ഇത് എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. ഉണ്ണിയുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി തലകുനിച്ച് കീഴ്ചുണ്ടിന്റെ ഒരു വശം കടിച്ച് മിണ്ടാതിരുന്നു. ശ്രീധരൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ണി തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരിക്കും ഇത്. ആൾ ചുരുക്കത്തിലൊന്ന് ഞെട്ടിയിരിക്കും, കുട്ടനെ പോലെ. ഇതൊന്നും നടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതിന് ഉണ്ണിയെ പാട്ടിൽ പിടിക്കണം. ഉണ്ണി അനുകൂലിച്ചാൽ ശ്രീധരൻ മൂളും. മിസ്സസ് കുറുപ്പിനെ എനിക്ക് നല്ലപോലെ അറിയാലോ, ഉണ്ണി പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ കളിയാക്കുകയാണെന്ന് വിചാരിച്ചേനെ. അതെന്താ മിസ്റ്റർ ഉണ്ണി? എന്താന്നോ, ഞാൻ ഈ വക കാര്യങ്ങൾക്കൊന്നും പറ്റിയ പുള്ളിയല്ലെന്ന് അറിയില്ലേ. എന്താ പറ്റിയ ആളല്ലാതെ? അല്ല, അത് തന്നെ. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മിസ്സിസ് കുറുപ്പിന്റെ കഴിവെനിക്ക് അറിയുകയും ചെയ്യാം. ഉണ്ണി ചിരിച്ചു. ചിരിയിലും പറഞ്ഞു സ്വരത്തിലും ആത്മാർത്ഥത വരുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തന്നെ പരിഹസിക്കുകയാണെന്ന് വ്യക്തമാണ്. കണ്ടില്ലെന്ന് നടിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണമല്ലോ. സമ്മതിച്ചാൽ കാര്യം ജയിച്ചു. ഉണ്ണി ഒരു വാക്ക് പറഞ്ഞാൽ ഏട്ടൻ മൂളും, ശ്രീധരൻ മൂളും, ഭദ്ര 1000 വട്ടം മൂളും. പക്ഷെ അത്ര എളുപ്പമൊന്നും വളയ്ക്കാൻ ഒക്കില്ല മൂപ്പര്. 10 നീക്കം അപ്പുറത്ത് കാണാനുള്ള കഴിവുണ്ട്. ചായ്വ് മറ്റേ ഭാഗത്തെ കാണുവാനും. മിസ്റ്റർ ഉണ്ണി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെന്ന് ഞാൻ കണക്കാക്കിയിട്ടുള്ളതാ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഇഷ്ടമില്ലാത്ത ആളാണെന്നും ഞങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം. നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്നും അറിയാം. എന്നാലും
ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സ്ത്രീകളും സ്വാർത്ഥ ബുദ്ധികളാണ്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ മിസ്റ്റർ ഉണ്ണി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണല്ലോ. അപ്പോ തീരെ തള്ളില്ലാന്നും വിചാരിച്ചു. തള്ളില്ലാന്നാണ് ഇപ്പോഴും വിശ്വാസം. ശോകപാപം പുരണ്ട ഒരു പുഞ്ചിരി തൂകി. അത് മിസ്റ്റർ ഉണ്ണിയിലെ ഏശിയില്ലെന്ന് തോന്നി. ഐ എം സോറി മിസ്സസ് കുറുപ്പ്, ഇക്കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അതായിരിക്കും താനും ശരി. വസ്തുക്കളുടെയും സ്വത്തിന്റെയും കാര്യത്തിൽ തന്നെ കരുണൻ വിടാതെ പിടികൂടിയത് കൊണ്ടാണ് ഞാൻ ഇടപെടാമെന്ന് വെച്ചത്. കരുണനെ പോലെ ഞാനും വിടാതെ പിടികൂടാം. വശ്യതയോട് ചിരിച്ചു. എന്നാലോ കാക്ക ഏകാദശി നോറ്റ കഥ അറിയില്ലേ, അതുപോലെയാവും. പല്ലി ഞെരിച്ചുകൊണ്ട് ചിരി തുടർന്നു. ഇത്ര തുറന്നടിക്കുമെന്ന് കരുതയില്ല. എന്നാലും സാരമില്ല, പിടികൂടാതെ നിവർത്തിയില്ല. ചിരി അടക്കി ഗൗരവഭാവത്തിൽ തുടർന്നു. കേട്ടോ മിസ്റ്റർ ഉണ്ണി, സ്വത്തിന്റെ കാര്യം പ്രധാനമല്ല. സ്വത്ത് ഇന്ന് വരും നാളെ പോവും എന്നല്ലേ പറയാറുള്ളത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം അതല്ലല്ലോ. എനിക്കതാണ് മുഖ്യം. മിസ്റ്റർ ഉണ്ണിക്ക് കാര്യങ്ങളുടെ കിടപ്പ് മുഴുവൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഏതാണ്ടൊക്കെ എനിക്കറിയാം. മിസ്റ്റർ ഉണ്ണി ഒഴിഞ്ഞു മാറുകയാണെന്ന് വ്യക്തമായിരുന്നു. കുറെ കാലമായിട്ട് ഞാനും ഈ നാട്ടിൽ തന്നെയാണല്ലോ കഴിഞ്ഞുകൂടണത്. അതുകൊണ്ട് കാര്യമില്ല മിസ്റ്റർ ഉണ്ണി. അറിയാനിടയില്ലാത്ത പല കാര്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങള്. അതൊക്കെ ഉണ്ണിക്കറിയണ കാര്യങ്ങൾ തന്നെയാണോ പോളെ? ആവർത്തിച്ച് പറഞ്ഞ് എന്തിനാ നേരം കളയണത്? നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. വെട്ടിത്തിരിഞ്ഞ് ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. ഓഹോ, കുട്ടൻ തഴഞ്ഞു കളയാനുള്ള പരിപാടിയാണ്. അത് കയ്യിലിരിക്കണം. എനിക്ക് ഇതാണടാ പ്രധാനം. കുട്ടമ്മാമൻ പറഞ്ഞത് ശരിയാണ് അമ്മേ. ഭാസി അമ്മാമനെ പിന്താങ്ങുകയാണ്. പ്രധാനപ്പെട്ട സംഗതികളെ കുറിച്ച് ആദ്യം സംസാരിക്കാം. അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയുള്ളത്. ഫോർമൽ പ്രപ്പോസൽ കൂടി ആയിട്ടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? പിന്നെ എന്താ അത്ര തിടുക്കം? നിനക്കത് പറയാം. കുട്ടന്റെ നേരെ തോന്നിയ ദേഷ്യവും കൂടി അവന്റെ നേരെ ചൊരിഞ്ഞു. നിനക്ക് നിന്റെ കാര്യം മാത്രം. അശോകനെ ഞാൻ നൊന്തുപറ്റത് തന്നെയാണ്. അവന്റെ കാര്യം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ആ, ഇതിലിപ്പോ എന്താ അത്ര? ഉണ്ണി ഇടപെട്ടോ? മിസ്സസ് കുറുപ്പിന് പറയാനുള്ളത് പറഞ്ഞോളൂ. എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കാൻ റെഡിയായിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. കഴിയാത്ത കാര്യം ഏൽക്കില്ല എന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. പറഞ്ഞോളൂ. അല്ല മിസ്റ്റർ ഉണ്ണി, മനഃപൂർവ്വം സ്വരം താഴ്ത്തി. സ്വത്തും പണവും ആർക്കും കഴിക്കില്ല, എനിക്കും. അല്ലെങ്കിൽ പിന്നെ മിസ്റ്റർ ഉണ്ണിയെ പോലെ എല്ലാം ഉപേക്ഷിക്കാനുള്ള ധൈര്യവും മനസ്ഥിതിയും വേണം. ഞങ്ങളൊന്നും അത്രയ്ക്ക് വളർന്നിട്ടില്ല. എന്നാലും കാശും പണവുമാണ് ദൈവം എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞാനേതായാലും അല്ല. എനിക്ക് മക്കളും വേണ്ടപ്പെട്ടവരും നന്നായിട്ടിരിക്കണം. കുടുംബങ്ങളും ബന്ധുക്കളും രഞ്ജിപ്പായിട്ടിരിക്കണം. അതൊക്കെയാണ് പ്രധാനം. എന്താ ഞാൻ പറയുന്നത് തെറ്റുണ്ടോ മിസ്റ്റർ ഉണ്ണി? പറയൂ. ഉണ്ണിയുടെ മുഖത്തേക്ക് തറപ്പിച്ച് എന്നാൽ ആർദ്രമായി നോക്കി. ആ കണ്ണുകളിൽ സഹാനുഭൂതിയുടെ ഒരു നിഴലാട്ടമുണ്ടോ? തീർച്ച പറഞ്ഞുകൂടാ. അദ്ദേഹം മിണ്ടിയില്ല. മുഴുവൻ കേൾക്കട്ടെ എന്ന മട്ടിലിരിക്കുകയാണ്. ഏതായാലും എന്റെ വിചാരം അങ്ങനെയാണ്. പതിഞ്ഞ സ്വരത്തിൽ തുടർന്നു. അശോകനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറയുമ്പോൾ മിസ്റ്റർ ഉണ്ണിക്ക് തോന്നാം സ്വത്ത് മോഹിച്ചിട്ടാണെന്ന്. ആർക്കായാലും തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വത്തും പണവും കഴിക്കുമെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ പുളിയായിരിക്കും. പക്ഷെ അത് മാത്രല്ലല്ലോ ഇവിടെ. രണ്ടു കുടുംബങ്ങളും തമ്മിൽ രഞ്ജിപ്പ് മാത്രം പോരാ, ശാശ്വതമായിട്ടൊരു ബന്ധം തന്നെ വേണം എന്നാണ് എന്റെ ആഗ്രഹം. അത് ഇന്നും ഇന്നലെ ഉള്ളതല്ല. അതിന് ശ്രമിക്കണതും ആദ്യമായിട്ടല്ല. ചരിത്രം പറഞ്ഞാൽ എന്താ മിസ്റ്റർ ഉണ്ണിക്ക് ബോറാവുന്നുണ്ടോ? പറഞ്ഞോളൂ. ഭാസിയുടെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കണതിന് ഏട്ടനെതിരായിരുന്നു. സത്യം പറയണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഏട്ടനോട് ഉള്ളിലൊരു പകയുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ ഏഷാകൃതിയായിട്ട് പെരുമാറുകയും ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് ഏട്ടൻ വല്ലാത്തൊരു സ്നേഹപ്രകൃതിയാണെന്ന്. പുറത്ത് ഇത്തിരി പരുക്കനാന്നേ ഉള്ളൂ. ഭാസിയെ പ്രസവിക്കുമ്പോൾ അച്ഛനടുത്തുണ്ടായിരുന്നില്ലേ. പെനാങ്കിലേക്ക് പോയിരിക്കുകയായിരുന്നു. അന്ന് ഏട്ടനോടിയ ഓട്ടം കാണണം. ഈ പഴങ്കഥ ഇപ്പൊ എന്തിനാ ഓപ്പോളെ കെട്ടഴിക്കണത്? ഉള്ള കാര്യം ചുരുക്കി പറയൂ. പറഞ്ഞു വരുമ്പോ ഓരോന്ന് ഓർത്ത് പോവാണ്. ഇഷിയുണ്ടല്ലോ. അതുപോട്ടെ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ, ഏട്ടിനോട് എനിക്ക് ആദ്യം ഇത്തിരി അങ്ങനെ ആയിരുന്നു. പിന്നീട് ആളെ ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഉള്ളിൽ വലിയ വിഷമമായി. അറിയാണ്ട് മറിച്ചു വിചാരിച്ചുലോന്ന് കരുതിയിട്ട് അന്ന് മുതൽക്ക് ഉള്ളിലൊരാഗ്രഹമാണ് ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. അതിനൊരു സന്ദർഭം വന്നപ്പോ ചെയ്യാനും മടിച്ചില്ല. അംബികയുടെ കാര്യമാണ് ഞാൻ പറയണത്. അവൾക്ക് തീരെ സമ്മതം ഉണ്ടായിരുന്നില്ല. ഏട്ടനെ ഇത്തിരി പേടിയായിരുന്നു. പ്രായവ്യത്യാസം നല്ലോണം ഉണ്ടായിരുന്നല്ലോ. എന്നാലും ഞാൻ നിർബന്ധിച്ചു. ഏട്ടന് അങ്ങനെ ഒരു മോഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏട്ടൻ സൂചിപ്പിച്ചതേ ഉള്ളൂ.
അത് ശങ്കിച്ച് ഞാൻ സമ്മതിക്കുമോന്നായിരുന്നു ഏട്ടന് സംശയം. ഞാൻ സംശയിച്ചതേയില്ല. പക്ഷെ അവളുടെ തലയിലെടുത്ത് ഇങ്ങനെയായി. മുഖം താഴ്ത്തി കണ്ണു തുടച്ചു. കരച്ചിൽ വന്നിട്ടല്ല, എന്നാലും വന്നു നടിക്കേണ്ടത് ഒരാവശ്യമാണ്. അപ്പുറത്ത് സഹാനുഭൂതിയുടെ ഉറവ് പൊട്ടണമല്ലോ. ഇതൊന്നും മിസ്റ്റർ ഉണ്ണിക്ക് അറിയില്ല. അതാ ഞാൻ ഇത്തിരി വിസ്തരിച്ചത്. കുട്ടം വിചാരിക്കുന്നത് പോലെ വെറുതെ പഴങ്കഥ പറയല്ല. അല്ലെങ്കിലും ഏട്ടൻ മോഹിച്ചു ചോദിച്ചത് കൊണ്ടാ അംബികയെ കൊടുത്തതെന്ന കാര്യം ആർക്കും അറിയില്ല. വേഗാവട്ടെ അമ്മേ, കാര്യം ബാക്കി കിടക്കാണ്. അന്ന് അതങ്ങനെ അറ്റുപോയി. ഹാസ്യ അവഗണിച്ചുകൊണ്ട് തുടർന്നു. പക്ഷെ അറ്റുപോയത് പുനഃസ്ഥാപിക്കണം എന്നൊരാഗ്രഹം എനിക്കുള്ളിലുണ്ടായിരുന്നു. അതിനൊരു സന്ദർഭം വന്നപ്പോ ശരിയെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾക്കാർക്കും അതറിയില്ല. ഹാസ്യടച്ചനറിയാം. രാധാകൃഷ്ണന് രാജിയെ ആലോചിച്ചതാണ്. മറ്റുള്ളവരുടെ പ്രതികരണം അറിയാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കരുണനും കൂട്ടരും അത്ഭുതം പ്രകടിപ്പിച്ചു. ഭാസി ഇതെന്തൊരു മുഷിപ്പൻ ഇടപാട് എന്ന ഭാവത്തിലിരിക്കുകയാണ്. ഉണ്ണിയുടെ മുഖത്ത് ശ്രദ്ധയല്ലാതെ മറ്റൊന്നുമില്ല. ഞാനായിട്ട് ആലോചിച്ചതല്ലാട്ടോ, ഭദ്രയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അവൾക്ക് പണ്ടേ രാധാകൃഷ്ണൻ ഇത്തിരി കാര്യ. എനിക്കും വലിയ സമ്മതം ഉണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, ഇവിടെ വേറൊരുത്തൻ രാജി എന്നും പറഞ്ഞും കൊണ്ട് നടന്നിരുന്ന കഥ എനിക്കറിയാം. അശോകനെ അവര് രണ്ടുപേരും ഒന്നിച്ച് കളിച്ചു വളർന്നതാണല്ലോ. രണ്ടുപേരും അന്യോന്യം ചോണനും ചക്കരയും മാതിരിയായിരുന്നു. എഴുത്തുകുത്തും പതിവുണ്ട്. അതറിഞ്ഞിരുന്നോണ്ട് എങ്ങനെയാ രാധാകൃഷ്ണന് പിടിച്ചു കൊടുക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു ഭദ്രയോട്, വേണ്ട, രാജി പഠിക്കാൻ പോയതല്ലേ, അത് കഴിഞ്ഞിട്ട് വരട്ടെ, വേണമെങ്കിൽ അശോകൻ ആലോചിക്കാം. അതിന്റെ ഇടയ്ക്കാ രാജിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ആരെങ്കിലും വിചാരിച്ചതാണോ? ഒന്ന് നിർത്തി വീണ്ടും കണ്ണൊപ്പി. രാജിയുടെ കാര്യത്തിലും തനിക്ക് വ്യസനമുണ്ടെന്ന് ഉണ്ണി മനസ്സിലാക്കണമല്ലോ. ഓപ്പിൾക്ക് പറയാനുള്ളത് കഴിഞ്ഞോ? ഇല്ല, ഉള്ളത് മുഴുവൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഞാൻ മിണ്ടണില്ല. എന്നാ വേഗം മുഴുവനാക്കൂ. ഇത്ര വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ കടിപ്പിച്ചൊന്ന് നോക്കി. ഇല്ലേ, കാര്യമില്ലേ? നിനക്കില്ലായേ ആയിരിക്കാം, പക്ഷെ എനിക്കുണ്ടടാ. ഇത്തിരി ക്ഷമിക്ക്. ഇനിയിപ്പോ വേറൊരു തെറ്റിദ്ധാരണയുണ്ടാകും. അശോകൻ താൻ തോന്നിയായിട്ട് നടക്കാണ് അല്ലേ? അങ്ങനെ ആയിരിക്കുമ്പോ ഈ കല്യാണം ആലോചിക്കുന്ന ദുരുദ്ദേശം വിചാരിച്ചിട്ടാണെന്ന് കരുതണവരുണ്ടാവും. അവരെ കുറ്റം പറഞ്ഞുകൂടാ. എന്റെ മോനായതുകൊണ്ട് അവന്റെ നടത്തം ശരിയാണെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. തല തിരിഞ്ഞിട്ട് തന്നെയാണ് നടക്കണത്. പക്ഷേ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. തൽക്കാലത്തെ ഒരു ഭ്രാന്താണ്, അത്രയുള്ളൂ. അവളും എന്റെ കുട്ടിയല്ലേ. രാജിക്ക് ചീത്ത വരണം എനിക്കുണ്ടാവോ? വാസ്തവം പറഞ്ഞാൽ അവളുടെ കാര്യം കൂടി വിചാരിച്ചിട്ടാണ് ഇത് ആലോചിക്കുന്നത് തന്നെ. അവൾക്കും ഇത് ഗുണമായിരിക്കും. അത് ഭദ്രയ്ക്ക് അറിയുകയും ചെയ്യാം. രാജിക്ക് ഗുണോ? തലചരിച്ച് കൃഷ്ണനുണ്ണിയെ സാഹുതമൊന്ന് നോക്കി. ഇതേവരെ എല്ലാം മൂളിക്കേട്ട ഉണ്ണി പെട്ടെന്നിങ്ങനെ ചോദിക്കാൻ താൻ പറയണത് ബോധ്യമാവുന്നില്ലായിരിക്കാം. അതെ, രാജിക്കും ഗുണത്തിന് തന്നെയാണ്. എന്താ വിശ്വാസമാവണില്ലേ? ചോദിച്ചു എന്ന് മാത്രം. എന്ന് വെച്ചാൽ വിശ്വാസമാവണില്ല എന്ന് തന്നെ. സരസ്വതി അമ്മ ചിരിച്ചു. കുറ്റം പറഞ്ഞുകൂടാ. ഞാൻ പറയുമ്പോ എന്റെ സ്വാർത്ഥാന്നല്ലേ തോന്നൂ. എന്നാൽ വാസ്തവം അതല്ല. രാജിയുടെ കഥയൊക്കെ അറിയാലോ. കഷ്ടായിപ്പോയി. നല്ലൊരു തയ്യ്. അതിനിങ്ങനെ വരേണ്ടിയിരുന്നില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി വേണ്ടത്, ചെയ്യാവുന്നത് അവളെ വേഗം ആർക്കെങ്കിലും കല്യാണം കഴിച്ച് കൊടുക്കാണ്. പക്ഷെ അവിടെയാണ് കുഴപ്പം. എന്തു കുഴപ്പം? അതോ, സ്വകാര്യം പറയുന്നത് പോലെ ഒച്ച താഴ്ത്തി. സാധാരണ കുട്ടികളാണെങ്കിൽ അധികം ആരും അറിയില്ലായിരുന്നു. ഇതല്ല, സ്റ്റാർ അല്ലേ, ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. പേപ്പറിലും എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ചീത്തപ്പേരുള്ളപ്പോ കൊള്ളാവുന്നവരാരെങ്കിലും അത്ര വേഗം കയറി വരുമോ? അത്ര വലിയ ചീത്തപ്പേരൊന്നും ആയിട്ടില്ല അമ്മായി. രാജിയെ കല്യാണം കഴിക്കാൻ 1000 പേരെ വേണമെങ്കിൽ കിട്ടും. അതൊരു പ്രശ്നമല്ല. പ്രതീക്ഷിക്കാത്തതാണ് കരുണൻ പറഞ്ഞത്. നേരത്തെ പറയാത്തതിൽ അവന് പരിഭവമുണ്ടോ? കിട്ടും, ധാരാളം കിട്ടും. പക്ഷെ തറവാട്ടുകാരും കൊള്ളാവുന്നവരുമായിരിക്കില്ല എന്ന് മാത്രം. അങ്ങനെ വല്ലോർക്കും പിടിച്ചു കൊടുക്കാനേ ഛേദം വരും. എനിക്കറിയാം, സിനിമാ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഭ്രമിച്ചു വരാൻ ധാരാളം ആൾക്കാരുണ്ടാവും, പണവും പ്രതാപവും ഉള്ളവര്. പക്ഷെ തറവാടിത്തം, സ്വഭാവ ഗുണം, അങ്ങനെ ചിലതാ നോക്കണ്ടതേ. അങ്ങനെയുള്ളവര് വരാൻ ഇതിന് ഞെരുക്കം തന്നെയാ. അതാലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചത്. അവളും നമ്മുടെ കുട്ടിയാണല്ലോ. ഒരബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് തള്ളരുതല്ലോ.
അവളും അശോകനും കുട്ടിക്കാലം മുതൽക്കേ കൂട്ടുകാരുമാണ്. എല്ലാം കണക്കിലെടുത്തിട്ടാണ്. അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അശോകൻ എന്താ ഒരു കുറവ്? ഈ ബൗദ്ധത്തരമൊക്കെ ഒന്ന് മാറിയാൽ മണിമണി പോലത്തെ 100 പെൺകുട്ടികളെ കിട്ടും. ആരും തൊട്ട് നാക്കത്ത് വെച്ചിട്ടില്ലാത്തത്. ഞാൻ ക്രൂരത പറയല്ല കേട്ടോ. ഇത്ര സ്വത്തുണ്ടാവില്ലായിരിക്കാം. പക്ഷേ സ്വത്താണോ കാര്യം? പെൺകുട്ടികൾക്ക് ഒത്തിരി മാമ്പഴം തരാൻ ആർക്കെങ്കിലും മോഹം ഉണ്ടാവുമോ? ആരെങ്കിലും മറുപടി പറയട്ടെ എന്ന് കരുതി ഒന്ന് നിർത്തി. ആരും മിണ്ടിയില്ല. താൻ ചോദിച്ചത് കണക്കിനേറ്റിരിക്കുന്നു. ഉണ്ണി പോലും ഒന്നിരുന്ന മട്ടാണ്, മുഖം നിർവികാരമാണെങ്കിലും. ഒന്നുമില്ലെങ്കില് ഇങ്ങനെ ആലോചിക്കാലോ. സ്വരം മാറാതെ തുടർന്നു. കുട്ടന് പ്രായമായൊരു മോളുണ്ട്, സുമതിയെ. വയസ്സ് 19 കഴിഞ്ഞു. കൊല്ലത്തോടെ മംഗലാപുരത്തുനിന്ന് പഠിപ്പ് കഴിഞ്ഞ് തിരികെ എത്തുകയും ചെയ്യും. അശോകന് നല്ല പാകം, മുറപ്പെണ്ണാണ്. എന്റെ മോഹം പറഞ്ഞാൽ അതല്ലേ ഞാൻ ആലോചിക്കുക. കുട്ടനുള്ളിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കങ്ങനെ ആലോചിക്കേണ്ട ചുമതലയുണ്ടില്ലേ? പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. സുമതിക്ക് വേറെയും ആൾക്കാരെ കിട്ടും. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാജിയുടെ കഥ അതല്ല. അവളെ ഒരു നല്ല വഴിക്കാക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിന് അശോകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അവൻ അവളെ അസലായി സ്നേഹത്തോടെ നോക്കിക്കോളും. അതിന്റെ കൂട്ടത്തിലെ 2 കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധവും ഉറയ്ക്കും. വഴക്കും കശവിശയും ഒഴിവാക്കാം. ഇങ്ങനെ പലതും ആലോചിച്ചിട്ടാണ് ഞാനിതിന് പുറപ്പെട്ടത്. പിന്നെയും എന്റെ സ്വാർത്ഥതയാണെന്ന് കരുതുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ ആരും കരുതിയിട്ടില്ല ഓപ്പോളെ. പിന്നെന്തിനാ ഓപ്പോള് ശോഭിക്കണത്? ശോഭിച്ചതൊന്നുമല്ല. സാരിത്തുമ്പ് കൊണ്ട് കണ്ണും മൂക്കും തുടച്ചു. പറഞ്ഞു വന്നപ്പോ ഉള്ളിൽ നിന്നില്ല. ചിലരെങ്കിലും അങ്ങനെ കരുതാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ് മിസ്റ്റർ ഉണ്ണിയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. ഞാനും ഇതും തമ്മിൽ എന്താ ബന്ധം? മിസ്റ്റർ ഉണ്ണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്നല്ല. സാരിത്തുമ്പിലേക്ക് മൂക്കൊന്ന് ചീച്ചി. പക്ഷെ ഞാൻ തുറന്നു തന്നെ പറയാലോ. ശ്രീധരൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനിടയുണ്ട്. മുമ്പ് രാധാകൃഷ്ണന്റെ കാര്യം ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ശ്രീധരൻ എന്ന് എനിക്കറിയാം. ഇപ്പൊ കുറച്ച് കൂടുതലും തോന്നാം. അതാലോചിക്കുമ്പോ എനിക്ക് നന്നേ വിഷമുണ്ട്. ഇന്നേ വരെ ശ്രീധരനെയും ഭദ്രയും എന്റെ സ്വന്തം കുട്ടികളെയും ഞാൻ രണ്ടായി കണ്ടിട്ടില്ല. പാസിയുടെ അച്ഛനും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ശ്രീധരൻ ഇങ്ങനെ വിചാരിക്കുമ്പോ എനിക്ക് സങ്കടം ഇല്ലാതിരിക്കോ? മിസ്റ്റർ ഉണ്ണി ശ്രീധരന്റെ വലിയ ഫ്രണ്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ദൈവം സാക്ഷിയാണ്, എനിക്കിതില് യാതൊരു സ്വാർത്ഥതയുമില്ല. നടന്നാൽ എല്ലാവർക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ യോഗം പോലെ വരും. സോഫയിൽ പിന്നോക്കം ചാഞ്ഞിരുന്നു. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഫലിച്ച മട്ടുണ്ട്. സാരിത്തുമ്പോണ്ട് വീണ്ടും കണ്ണും മുഖവും തുടച്ചു. കഴുത്തും. ഭാസി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ പറഞ്ഞതൊന്നും കേട്ടിട്ടേയില്ലെന്ന് തോന്നുന്നു. കുട്ടൻ ചുണ്ടു കൂർപ്പിച്ചു പിടിച്ച് മൂക്കിനുള്ളിലെ രോമം നുള്ളി വലിക്കുന്നു. കരുണൻ വിരലിലെ വിവാഹമോതിരമിട്ട് തിരിച്ചുകൊണ്ട് ഉണ്ണിയെ കൂടെ നോക്കുന്നു. ഉണ്ണി ചിന്താമഗ്നനാണ്. ചിന്തിക്കട്ടെ. അത്ര എളുപ്പമൊന്നും തള്ളിക്കളയാൻ ഒക്കില്ല. എല്ലാം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ശ്രീധരനോട് ചെന്ന് പറയും. പറയട്ടെ, അതാണ് ആവശ്യം. ശ്രീചേട്ടൻ തട്ടിക്കയറിയെന്നല്ലേ ഭദ്ര പറഞ്ഞത്? അവനാണ് കുഴപ്പക്കാരൻ. അവനില്ലെങ്കിൽ ഭദ്ര പണ്ടേ സമ്മതിച്ചേനെ. അവൾക്ക് മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. ജിമ്മിന്റെ കാര്യം അവളോടൊന്ന് സൂചിപ്പിച്ചത് നന്നായി. വേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. ആ മ്ലേച്ഛൻ അവളെ വട്ടമിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പെണ്ണിനും കാണും ഒരു ഇടയിളക്കമൊക്കെ. ഭദ്ര ശുദ്ധഗതിക്കാരിയാണ്. അവൾ നേരെ ചെന്ന് ശ്രീധരനോട് പറയും. ശ്രീധരനും ചൂടുപിടിക്കും. ഇപ്പുറത്തെ ഇതും ചെല്ലട്ടെ, അപ്പൊ കാര്യം ശരിപ്പെടും. ഇല്ലെങ്കിൽ അത് അപ്പോൾ നോക്കാം. തൽക്കാലം വേണ്ടത് ഉണ്ണിയെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ ജയിച്ചു. പക്ഷെ എളുപ്പമല്ല. അശോകൻ രാജിയെ കല്യാണം കഴിക്കുന്നത് മൂപ്പർക്കത്ര തൃപ്തിയല്ലെന്ന് തോന്നുന്നു. എന്താണാവോ കാരണം? ഒരുപക്ഷെ തന്റെ തോന്നൽ മാത്രമാവാം. അശോകൻ ഇപ്പോഴിത്തിരി തലതിരിഞ്ഞിട്ടുള്ളതാണെന്നല്ലാതെ വേറെ യാതൊന്നും പറയാൻ കാണില്ല ആർക്കും. അതിന് അവളും ആവോ. സിനിമാ ലോകത്തിലല്ലേ, എന്തൊക്കെ സംഭവിച്ചിരിക്കാം. ഒത്തിയ മാമ്പഴം. ആ വാക്ക് ചെന്ന് ശ്രീധരനോട് പറയുമോ ആവോ. കടന്നൽ കുത്തേറ്റതുപോലിരിക്കും. ഏതായാലും ഉണ്ണി പോയി പറയണതനുസരിച്ചിരിക്കും. എന്താണാവോ മൂപ്പരുടെ ഉള്ളിൽ. മൗനമാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്താ ആരുമൊന്നും മിണ്ടാത്തത്? നിവർന്നിരുന്നു. മിസ്റ്റർ ഉണ്ണി എന്തു പറയുന്നു? ഞാനോ? ഞാനെന്ത് പറയാനാ? എന്തു പറയാനാന്നോ? ഞാൻ ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ ഉണ്ണി മുൻകൈ എടുക്കണം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല.
ഉണ്ണി ചിരിച്ചു. കാര്യങ്ങൾ ഇതിന്റെ പകുതി ഭംഗിയിൽ പറയാൻ എന്നെ കൊണ്ടാവില്ല. മിസ്സസ് കുറുപ്പ് തന്നെ നേരിട്ട് ശ്രീധരനോട് പറഞ്ഞാൽ മതി. അതായിരിക്കും കൂടുതൽ ഫലപ്രദം. അതെന്നെ കളിയാക്കുകയല്ലേ? ഒന്ന് കുണുങ്ങി മന്ദസ്മിതം തൂങ്ങി. അതുകൊണ്ടൊന്നും ഞാൻ ഒഴിഞ്ഞു പോവില്ല കേട്ടോ. മിസ്റ്റർ ഉണ്ണി തന്നെ മുൻകൈ എടുത്ത് നടത്തി തരണം. ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ പുറപ്പെട്ടാൽ തെറ്റിദ്ധാരണ കൂടാനാണ് വഴി. മിസ്റ്റർ ഉണ്ണി പറഞ്ഞാൽ അങ്ങനെയല്ല. ശ്രീധരൻ സ്വീകരിക്കും. മിസ്റ്റർ ഉണ്ണിയെ വലിയ വിശ്വാസമാണല്ലോ. വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമല്ലല്ലോ. ന്യായം ആരും പറഞ്ഞാലും കേൾക്കണ കൂട്ടത്തിലാണ് ശ്രീധരൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സരസ്വതിയമ്മ വിജയഭാവത്തിലൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞത് ന്യായമാണെന്ന് മിസ്റ്റർ ഉണ്ണിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ എന്താ? ന്യായാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രതീക്ഷിക്കാത്തതായിരുന്നു ഉണ്ണിയുടെ തുറന്നടിച്ച മറുപടി. ചെറുതായൊന്ന് നടുങ്ങി. സന്തുലിതാവസ്ഥ തെറ്റുമെന്ന് ഭയപ്പെട്ടു. നിസ്സാരമായ എന്തോ ഒന്ന് എന്ന ഭാവത്തിലാണ് ഉണ്ണി പറഞ്ഞത്. വല്ലാത്ത അഹന്ത തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ന്യായക്കേടാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ന്യായമോ അന്യായമോ എന്നൊരഭിപ്രായം പറയാൻ ഞാൻ തയ്യാറില്ല. ഉണ്ണി ശാന്തനായി വസ്തുതാമാത്ര കഥനത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലെന്ന്. ഇപ്പോഴും അത് തന്നെ പറയാനുള്ളൂ. ഉണ്ണി പുഞ്ചിരി തൂകി നിഷ്കളങ്ക ഭാവത്തിൽ. ഉള്ളിൽ നിരാശയും അരിശവും തിളച്ചു പൊങ്ങി. പറഞ്ഞതെല്ലാം വെറുതെയായി. കമത്തിവെച്ച കുടത്തിന്മേൽ വെള്ളം ഒഴിച്ചതുപോലെ അടഞ്ഞ മനസ്സുമായിട്ടാണ് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഏതായാലും മറുഭാഗം ചേർന്നേ നിൽക്കും. കലഹം കൂടാതെ സംഗതി ഒന്നും അവസാനിക്കുന്ന മട്ടില്ല. ശരി, വരുന്നത് വരട്ടെ, നോക്കാം. മിസ്റ്റർ ഉണ്ണി ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഏതായാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ശ്രീധരനോട് ഏട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുകൂടി ഓർമ്മ വെച്ചാൽ നന്ന്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ആരാന്ന് വെച്ചാൽ ഭാസിയോ കരുണനോ എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞോളൂ. എനിക്ക് ജാസ്തിയൊന്നും പറയാനില്ല. ഭാസി അവസരം കാത്തിരിക്കുന്ന പോലെ പെട്ടെന്ന് പറഞ്ഞു. പറയാനുള്ളതൊക്കെ കുട്ടമ്മാമൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒന്നുണ്ട്, തീരുമാനം ഏതായാലും വേഗം അറിയണം. ഇട്ട് നീട്ടിയാൽ പറ്റില്ല. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അങ്ങനെ തിടുക്കം പിടിക്കാൻ പറ്റുമോടാ? കുട്ടൻ ശാസിച്ചു. ഇത് 1-2 വെള്ളിയുടെ കാര്യമല്ല. സ്വത്ത് കുറേയുണ്ട്. കുറച്ച് സമയം പിടിക്കും. അതെന്തോ പുലാവ് നുറയുടെ കാര്യം വേഗം തീരുമാനിക്കണം. മറ്റുള്ളത് പതുക്കെയാവാം. പ്ലാനുകൾ ഉടനെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ കാര്യം കൊഴിയുമെന്ന് ദാത്തോ ഇപ്പോഴും കൂടെ പറഞ്ഞു. വെറിയന്റെ മട്ടിലാണ് ഭാസി സംസാരിക്കുന്നത്. എല്ലാം വേഗം കഴിച്ചെഴുന്നേറ്റ് പോണമെന്ന മട്ടിൽ. മറ്റെന്തായാലും അസ്തു. ശരിയാണ് ഭാനു പറഞ്ഞത്. ഇവന് മാറ്റം വന്നിരിക്കുന്നു. മുഖം കണ്ടാലേ അറിയാം. പുലാവു നൂറിയിലല്ലാതെ ഒന്നിലും താല്പര്യം കാണുന്നില്ല. അശോകന്റെ കല്യാണ കാര്യത്തിൽ പോലും എന്തോ സംഭവിക്കുന്നുണ്ട്. ചീനത്തി, എന്റെ ഗുരുവായൂരപ്പ, കാണാൻ വയ്യാത്തതൊക്കെ കാണേണ്ടി വരുമോ? ആരോ കോണിപ്പടി കയറി വരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഭാസിയുടെ അച്ഛനാണ്. ഓ, ഇപ്പോഴെങ്കിലും ഒന്നിങ്ങോട്ട് കെട്ടിയെടുക്കാറായല്ലോ. എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേറ്റു. കൃഷ്ണനുണ്ണി അടക്കം. ശ്രീധരനോട് ഇത്തിരി വർത്തമാനം പറഞ്ഞിരുന്നു പോയി. ഭാസിയുടെ അച്ഛൻ അവന്റെ അടുത്ത് നീണ്ട സെറ്റിയിൽ ഇരിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇരിക്കൻ. പിന്നെ ഞാനില്ലെങ്കിലും കുട്ടനും സരസ്വതി ഉണ്ടല്ലോ കാര്യങ്ങൾ പറയാൻ. എല്ലാവരും ഇരുന്നു. ഇത് നല്ല ഏർപ്പാടാ. സരസ്വതി അമ്മ പരിഭവിച്ചു. ഞങ്ങളെയൊക്കെ ഇവിടെ കാത്തിരുത്തിയിട്ട് സൊള്ളാനൊരു പോക്ക്. മിസ്റ്റർ ഉണ്ണിയും കൂടി ഉണ്ടെന്ന് ആലോചിക്കണ്ടേ? ഞാൻ സൊള്ളാനൊന്നും പോയതല്ല, കാര്യമായിട്ട് സംസാരിക്കാനേ. ശ്രീധരൻ വീട്ടിലുണ്ടോ? ഉണ്ണി ചോദിച്ചു. അതോ കേലിലേക്ക് പോയോ? പോയിട്ടില്ലതാ. എന്നെ ഇറക്കി വിട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. എന്നാൽ ഞാനൊന്ന് ടെലിഫോൺ ചെയ്യട്ടെ. ഉണ്ണി എഴുന്നേറ്റു. താഴത്തല്ലേ ഫോൺ? 1 മിനിറ്റ് കൊണ്ട് വരാം. എഴുന്നേറ്റ് പോകുന്ന ഉണ്ണിയെ താല്പര്യത്തോടെ നോക്കിയിരുന്നു സരസ്വതി അമ്മ. ശ്രീധരനോട് ചൂടോടെ പറയാനാവും. എന്നാൽ നന്ന്. ഇടപെടില്ലെന്ന് പറഞ്ഞുവെങ്കിലും പറയുമ്പോൾ എല്ലാം പറയാതിരിക്കില്ല. കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർന്നോ? ഭാസിയുടെ അച്ഛന്റെ ചോദ്യം കേട്ടപ്പോൾ സമനില തെറ്റുന്നത്ര അരിശം വന്നു. ഉവ്വ്, ഒരിക്കുന്നത് പോലെ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞു. എല്ലാം ശുഭം. ഇനി അവനവന്റെ പങ്കെടുത്ത് കീശയിലിടേ വേണ്ടു. വന്നിരിക്കുന്നു അന്വേഷിക്കാൻ. എങ്ങനെയാ? അവനവന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നൊരു വിചാരം വേണ്ടേ? ഓപ്പോളം നടങ്ങിയിരിക്കൂ. കുട്ടനിടയ്ക്ക് കയറി. ഉണ്ണിയേട്ടൻ ശ്രീധരനോട് സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഉണ്ണി വരുമ്പോഴേക്കും ഞാനുള്ള കാര്യമൊക്കെ അവനോട് പറഞ്ഞു. ഭാസിയുടെ അച്ഛൻ പരിങ്ങലോടെയാണ് പറയുന്നത്. വഴക്കൊന്നും കൂടാതെ ഭംഗിയായിട്ട്
കലാശിക്കണമെന്ന്. എന്നിട്ട് എന്താ? അവൻ പറയണതൊക്കെ കേട്ടു യെസ് മൂളി പോന്നിട്ടുണ്ടാവും. അത്ര തന്നെ സരസ്വതി അമ്മ പരിഹസിച്ചു. ആളെ എനിക്കറിഞ്ഞൂടെ? രാവുണ്ണേട്ടൻ മുഴുവനാക്കട്ടെ. അതിന് ഇവള് സമ്മതിച്ചിട്ട് വേണ്ടേ? ചലക്കലല്ലാതെ വേറെന്താ ജോലി? ഞാൻ ചലിക്കണതാണോ കുറ്റം? അവനവൻ ചെയ്യണതല്ലേ. ഓപ്പളെ ഒരു മിനിറ്റ്. ശരി, ഞാൻ മിണ്ടണില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറയും. ഞാൻ ഭാനുവിനെ ഒന്ന് നോക്കിയിട്ട് വരാം. ഉണ്ണി വരുമ്പോഴേക്കും എഴുന്നേറ്റ് നടന്നു. ഇടവഴിയിലെത്തിയപ്പോൾ ചുമർ ചാരി നിന്നു. ആകപ്പാടെ അരിശ്യമോ ജാള്യമോ എന്തൊക്കെയോ തോന്നുന്നു. ആരോടെന്ന് വ്യക്തമല്ല. ഭാസിയുടെ അച്ഛനോടാണ് പോക്കിയതെന്ന് മാത്രം. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുത്തി ഇഴഞ്ഞു വന്നിരിക്കുന്നു. ശ്രീധരനോട് കാര്യമായിട്ട് സംസാരിച്ചു അത്രേ. ഒരു ചുക്കും പറഞ്ഞിരിക്കില്ല. ചുമ്മാ ബെഡായി പറയുകയാണ്. സമയത്തിന് ഇവിടെ വന്നിരുന്നാൽ എന്തെങ്കിലും ചിലത് സമ്മതിക്കേണ്ടി വന്നാലോ എന്ന് ഒഴിഞ്ഞു മാറിയതാണെന്ന് വ്യക്തം. ഇങ്ങനെയും ഉണ്ടല്ലോ ഒരാള്. അശോകന്റെ കാര്യം മുൻകൈയെടുത്ത് പറയേണ്ട ആളാണ്. മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ സ്വന്തം മകനേക്കാൾ കാര്യം ഭദ്രയും ഭദ്രയുടെ മോളെയുമാണ്. കുട്ടമൂപ്പരോട് പറയായിരിക്കും. അവനും മോക്കാപ്പുറത്ത് അടി കിട്ടിയതുപോലെയാണ്. തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. പക്ഷെ എന്ത് കാര്യം? ഉണ്ണി ഒരു ഇഞ്ച് അനങ്ങിയില്ല. കന്മതിന്മേൽ ചെന്നിടിച്ച പ്രതീതിയാണ്. ബാക്കിയൊക്കെ സഹിക്കാം. ആ അക്ഷോഭ്യതയാണ് അസഖ്യം. വേറെ ആരാണെങ്കിലും താൻ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് സമ്മതിക്കും. ന്യായമുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ലത്രേ. ഫലത്തിൽ ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതല്ലെങ്കിൽ പിന്നെന്താ ന്യായം? ആ അമേരിക്കക്കാരൻ ഹിപ്പി അവളെ റാഞ്ചിക്കൊണ്ട് പോണതാണോ ന്യായം? അശോകനെ കെടുക്കണത് പോരാ, അവളെയും കെടുക്കണമെന്നോ? ജിം അത്ര വിഡ്ഢിയും ശുദ്ധനൊന്നുമല്ല. കണ്ണു തെളിഞ്ഞ പുള്ളിയാണ്. രാജ്യസുന്ദരിയാണ്. പണവും ധാരാളമുണ്ട്. പിന്നെ കഴിക്കുമോ? അയാളും പണക്കാരന്റെ മകനാണത്രേ. ആവോ, കേട്ട് കേൾവിയേ ഉള്ളൂ. ഉള്ള കള്ളമൊക്കെ പറഞ്ഞു പറ്റിച്ച് അവളെ കൈക്കലാക്കിയാൽ വലിയ മോശം വരില്ലല്ലോ. ആ മോശങ്ങോടൻ ഉണ്ണി അതിനരു നിൽക്കാൻ. പിക്നിക് എന്നൊക്കെ പറഞ്ഞു പോണത് വെറുതെ അല്ല. അശോകനും കൂടെ പോയത് നന്നായി. പക്ഷെ അവനൊരു ഇംബ്രോണ്ടനാണ്. യാതൊരു താല്പര്യവും കാണിക്കണില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അവളെ കാണണം, വർത്തമാനം പറയണം, പഴയ ഫ്രണ്ട്ഷിപ്പ് തുടരണം എന്നൊക്കെ പറഞ്ഞതാ ജിമ്മിനെ പോലെ. കേട്ട ഭാവേ ഇല്ല. ഭദ്രയെ ഏട്ടനെയും കൂടെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് അതും കൂട്ടാക്കണില്ല. ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് 4 വാക്കു പറയണം. ഇനിയും എത്തിയിട്ടില്ലല്ലോ. ഭാനു കുറേ നേരമായി ജയനെ അന്വേഷിച്ചു തുടങ്ങിയിട്ട്. മുറിയിലേക്ക് കടന്നു. നിലത്തിരുന്ന് പാവ കളിച്ചിരുന്ന പുഷ്പ തലയുയർത്തി നോക്കി. പിന്നാക്കം നിരങ്ങി കട്ടിലിനോട് ചേർന്നിരുന്നു. ഞാൻ നിന്നെ എടുക്കാനൊന്നും വരണില്ല പെണ്ണേ, പകുതി അരിശത്തോടെയും പകുതി വാത്സല്യത്തോടെയും പറഞ്ഞു. പേടിച്ചോടൊന്നും വേണ്ട നീയ. കട്ടിലിൽ മലർന്നു കിടന്നിരുന്ന ഭാനുമതി മുഖം മറിച്ചിരുന്ന മാസിക കമിഴ്ത്തി കിടക്കയിൽ വെച്ചു. മുറിയിൽ മുക്കാലും ഇരുട്ടായിരിക്കുന്നു. ലൈറ്റ് ഇടട്ടെ? വേണ്ട, ഇത്തിരി കഴിയട്ടെ. സാവധാനത്തിൽ കട്ടിലിന്റെ വക്കത്തിരുന്ന് വാത്സല്യത്തോടെ ചോദിച്ചു. ഇന്നിതേവരെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. ഗുഡ്. അപ്പൊ 4 ദിവസമായി അലോഗ്യമൊന്നുമില്ല അല്ലേ? റെസ്റ്റ് തന്നെയാണ് ബെസ്റ്റ് ക്യൂർ. ജയം വന്നില്ലേ? താഴത്തുണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ചു നേരമായിട്ട് മോളിൽ തന്നെ ആയിരുന്നു. വന്നു ഓൾറെഡി. പുഷ്പ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഞാൻ കണ്ടു. നിമ്മിയോ? അവള് താഴത്തുണ്ട്. അല്പനേരം മിണ്ടാതിരുന്ന ശേഷം ഭാനി ചോദിച്ചു. ജയന്റെ അച്ഛൻ പോയോ? പോവേ, അവനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോ. കേരളക്ക് പോണൂന്ന് പറയണ കേട്ടു. ഇന്നോ? ഇന്ന് വലിയ പോക്കൊന്നും ഉണ്ടാവില്ല. അവന്റെ കാല് ഞാൻ അടിച്ചൊടിക്കും. ഭാനു മറുപടി പറഞ്ഞില്ല. നോട്ടം ഒഴിഞ്ഞു മാറി തട്ടിന്മേൽ ദൃഷ്ടി ഉറപ്പിച്ച് കിടക്കുകയാണ്. എന്തോ തീരുമാനിച്ചുറച്ച ഭാവമാണ് മുഖത്ത്. അവൻ ഇന്നിനി കോലാലംപൂർക്ക് പോകുന്നുണ്ടോ? അതാണ് ഇത്ര അക്ഷമ. ചീനത്തിയോട് പറഞ്ഞിരിക്കും ചെല്ലാംന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ. കാര്യമായിട്ടല്ല പറഞ്ഞതെങ്കിലും ഇപ്പോൾ കാര്യമായിട്ട് തന്നെയാണ്. കാല് തല്ലി ഓടിക്കും. വേണ്ടാത്തതിനാണ് പുറപ്പാടെങ്കിൽ അക്കളി തീക്കളിയാണ്. ഞാനും കോലാലംപൂർക്ക് പോവാണ്. ഭാനു സാവധാനത്തെ നേരിയ കിതപ്പോടെ പറഞ്ഞു. അടുത്ത ആഴ്ച. ഇങ്ങനെ ഇരിക്കുമ്പോഴോ? ഇതൊന്നും സാരമില്ല. അത് കാര്യം വേറെ. 1 മാസമെങ്കിലും കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ നായകി പറഞ്ഞിട്ടുള്ളത്. കിടക്കേന്ന് എണീക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് വേണ്ടേ കെയിലേക്ക് പോവാൻ? ഇതൊന്നും സാരമില്ല അമ്മേ. ജയന്റെ അച്ഛൻ എത്ര ദിവസം ഒറ്റയ്ക്ക് കഴിയുക? 1-2 ദിവസം ഇങ്ങോട്ടും വരുന്നുണ്ട്. കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നേരമില്ലാത്ത നേരത്ത് ഓടിക്കണത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം മാത്രമല്ല
അവിടെ ആവുമ്പോൾ ഡോക്ടർ നായികയെ സൗകര്യം പോലെ കാണുകയും ചെയ്യാം. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പൊ പോവാനൊന്നും പറ്റില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആലോചിക്കാം. കുറച്ച് ക്ഷമിക്ക്. ഏതായാലും ഭാസിയുടെ അച്ഛനോടൊന്ന് ചോദിച്ചിട്ടാവാം. ഭാനു മറുപടി പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്. ഭാനുവിന്റെ കൈ തലോടി. ഭാസി ഇന്ന് പോകാതെ ഞാൻ നോക്കിക്കൊള്ളാം. തിരിച്ച് സദസ്സിലെത്തുമ്പോൾ സംഭാഷണം പിരിമുറുകിയിരിക്കുന്നു. കുട്ടനാണ് സംസാരിക്കുന്നത്. സ്വത്ത് പങ്കുവയ്ക്കുമ്പോൾ ദീക്ഷിക്കേണ്ട തത്വങ്ങളെക്കുറിച്ചാണ്. 4 പങ്കുറപ്പിക്കാനുള്ള രത്നമാകും. ചെവി കൊടുത്തു. കേട്ടത് തന്നെയാണ് കേൾക്കുന്നത്. അവൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഭാസിയുടെ അച്ഛൻ ചോദിച്ചു. ഇല്ല. ആ ഭാസി ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. ഭാസിയുടെ അച്ഛൻ അവന്റെ തോളത്ത് തോണ്ടി അമ്മ വിളിക്കുന്നുവെന്ന് ആംഗ്യം കാട്ടി. തട്ടും നോക്കി മലർന്നിരുന്ന ചെറുക്കൻ അച്ഛന്റെ പിന്നിലൂടെ കഴുത്തിയിട്ട് ചോദിച്ചു, എന്താ? നീ ഇന്ന് കേരളത്തിലേക്ക് പോണുണ്ടോ? ഇത് കഴിഞ്ഞാലുടനെ. ഇന്ന് പോണ്ട. അയ്യോ, പോവാതെ പറ്റില്ല, അർജന്റ് കാര്യമുണ്ട്. എന്ത് അർജന്റായാലും ഇന്ന് പോണ്ട. ഇന്നിവിടെ താമസിക്കും. ഇവിടെ അർജന്റ് കാര്യമുണ്ട്. എന്താ അത് പിന്നെ പറയാം. എനിക്ക് പോവാതെ പറ്റില്ല, അത് തീർച്ചയാണ്. ഇന്ന് പോവാൻ പാടില്ല. എന്താ അത്ര അടിയന്തരമായിട്ടെന്ന് എനിക്കൊന്നറിയണം. ഇത് കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. ഭാസി വീണ്ടും തട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിപ്പായി. പറഞ്ഞത് അവന് രസിച്ചിട്ടില്ല. ഇത്ര ബന്ധപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. ആ ചീനത്തിയുമായി വല്ല. ഉള്ളിൽ പെട്ടെന്നൊരു നടുക്കം തോന്നി. ഇതുവരെ അവഗണിച്ചത് പെട്ടെന്ന് പൂർണ്ണ ഭീകരതയോടെ മനസ്സിൽ പടമുയർത്തി നിന്നു. ഭാസി ഒരു ചീനത്തിയുടെ പിടിയിൽപ്പെടുക. ഗുരുവായൂരപ്പാ. കണ്ണടയ്ക്കാതെ ഉള്ളിൽ പ്രാർത്ഥിച്ചു. കുട്ടൻ പറഞ്ഞത് തന്നെ പറയുകയാണ്. ഉണ്ണിക്ക് ബോറായതുപോലെയുണ്ട്. കരുണനും അവരിരുന്ന് സംസാരിക്കട്ടെ. പതുക്കെ തലയൂരാം. അപ്പോഴേ സരസ്വതിയമ്മ ഇടയിൽ കടന്നു പറഞ്ഞു, എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഞാൻ എണീറ്റോട്ടെ. കാര്യങ്ങൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയുള്ളത് കുട്ടൻ പറഞ്ഞോളൂ. അപ്പോൾ ഇരിക്കൂ. ഒരു 5 മിനിറ്റും കൂടിയേ വേണ്ടൂ. ഇപ്പൊ കഴിയും. എല്ലാം നീ പറഞ്ഞാൽ മതി. ഇനി വൈകിച്ചാൽ ദീപാരാധന തൊഴാൻ പറ്റില്ല. നിങ്ങളിരുന്ന് വർത്തമാനം പറയും. വേണമെങ്കിൽ ഇനിയും ചായ കൊടുത്തയക്കാം. വേണ്ട, കൃഷ്ണുണ്ണി പറഞ്ഞു. ഞാനും ഇറങ്ങാൻ ഭാവിക്കാണ്. മിസ്റ്റർ ഉണ്ണി ഇരിക്കൂ. സരസ്വതിയമ്മ എഴുന്നേറ്റു. ദാ ഞാനൊന്ന് പറഞ്ഞേക്കാട്ടോ മിസ്റ്റർ ഉണ്ണി. എന്തൊക്കെ പറഞ്ഞാലും ഞാനിരിക്കണത് മിസ്റ്റർ ഉണ്ണിയെ വിശ്വസിച്ചിട്ടാണ്. കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത് പ്രത്യേകം മനസ്സിലെത്തണം. പുണ്യം കിട്ടും. ഉണ്ണിക്ക് മറുപടി എന്തെങ്കിലും പറയാൻ ഇട കൊടുക്കാതെ കോണിയിലേക്ക് നടന്നു. പകുതി വഴിക്ക് തിരിഞ്ഞു നിന്ന് ഭാസിയോട് പറഞ്ഞു, ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടാവണം. താഴെ സിറ്റിംഗ് റൂമിലെ വിളക്കുകൾ ആരോ ഇട്ടു. വെളിച്ചം ശുഭസൂചകമാണല്ലോ. മനസ്സിന് ലാഘവം തോന്നി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായവുമായി വേഗം എത്താം. ഇത്തവണ വാക്കാണ് കേട്ടോ, വേഗം എത്താം.